ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ ഗണിതം വാർഷിക മൂല്യനിർണ്ണയം 2023-24 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. നോക്കാം എന്താണ്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതം. ചിത്രത്തിൽ AC = BC = 5 cm. AC-യും BC-യും 5 cm ആണ്. ആംഗിൾ C = 60 ഡിഗ്രി. അപ്പോൾ AB എത്രയാണ്, ആംഗിൾ A എത്രയാണെന്നാണ്. അപ്പോൾ അത് ഏത് ട്രയാങ്കിളാണെന്നൊക്കെ നമുക്കറിയാം, ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. AB = 5 cm. ആംഗിൾ A = 180 60 കുറയ്ക്കുക ബൈ 2 നോക്കുക അല്ലേ. അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ആംഗിൾ A 60 ഡിഗ്രി. നെക്സ്റ്റ് എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒരു സംഖ്യയുടെ 5 മടങ്ങി നിന്ന് 5 കുറച്ചാൽ 100 കിട്ടും. സംഖ്യ ഏതെന്നാ. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക, സംഖ്യ 21 കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. ചിത്രത്തിൽ MNOPQ ഒരു സമപഞ്ചഭുജമാണ്. അപ്പോൾ ആംഗിൾ OPQ = ഡാഷ്, ആംഗിൾ ONR = ഡാഷ്. എപ്പോൾ എത്ര ആൻസർ ഇട്ടിരിക്കുന്നത്. OPQ = 540/5 = 108 ഡിഗ്രി. ആംഗിൾ ONR = 180 108 കുറച്ചാൽ 72 ഡിഗ്രി എന്ന് കിട്ടും കേട്ടോ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. ഒരു ത്രികോണത്തിൻ്റെ 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണ്. ഇത് ഏത് തരം ത്രികോണമാണെന്ന് ചോദിച്ചത്. ഏതാണ് 3 കോണുകളും ഒരേ അംശബന്ധത്തിലാണെങ്കിൽ അത് ഏതാണ്, സമഭുജ ത്രികോണം അല്ലേ. അതിൻ്റെ ഒരു കോൺ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും കേട്ടോ. ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രി. ഇനി 5 - -3 അല്ലേ. 5 കുറയ്ക്കണം -3 = എന്താണ്, 8 ആണ് കേട്ടോ. പിന്നെ 10 + -10 എന്ന് പറയുമ്പോൾ എന്താ, 0 0 ആണ് കേട്ടോ. ആൻസർ കിട്ടുക. ഓക്കെ, 0. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. 6 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 3 സ്കോർ വീതം. A² - B² = A + B × A - B ആണ്. അപ്പോൾ 146² - 145² നമുക്ക് എന്താ ആൻസർ കിട്ടുക, 291 കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താണ്. മുകളിൽ കൊടുത്ത സർവ്വസമവാക്യം ഉപയോഗിച്ച് 31 × 29 കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താക്കാം, 30 + 1 × 30 - 1 = 30² - 1² = 899. ഓക്കെ. ഇവിടെ നമ്മൾ ഇവിടെ സ്ക്വയർ ഇല്ലെങ്കിൽ നമ്മളെ വക സ്ക്വയർ ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഇതിൽ സ്ക്വയർ ഇല്ലാത്തതാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റത്തെ അല്ല കണക്കാക്കുക, ഈ രണ്ടാമത്തേതായിട്ട് കണക്കാക്കുക കേട്ടോ. ഓക്കെ. ദെൻ ഒരാൾ 10% വാർഷിക നിരത്തിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 20,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ തിരിച്ചു കിട്ടുന്ന ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്, ഇത് ചെയ്യാട്ടോ. അപ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും, 24,200 രൂപ അല്ലേ. അല്ലെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്യുക, 24,200 രൂപ കിട്ടും കേട്ടോ. ദെൻ അടുത്തത് എന്താണ്, നിങ്ങൾ ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ചിത്രത്തിൽ PQRS ഒരു ചതുർഭുജമാണ്. QS = 10 cm, PS = 4 cm, BR = 5 cm. ത്രികോണം PQSൻ്റെയും ത്രികോണം RQSൻ്റെയും ഉയരങ്ങളുടെ തുക എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, എത്രയാണ്, ഉയരങ്ങളല്ലേ. അപ്പോൾ 5ഉം 4ഉം ആണല്ലേ. അപ്പോൾ 9 cm. ഓക്കെ. പിന്നെന്താണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. PSC ത്രികോണം ഉയരം എത്ര, ഇവിടുത്തെ ഉയരം 4ഉം ഈ ഉയരം 5ഉം അല്ലേ. അപ്പോൾ രണ്ടും കൂടി തുകയല്ലേ, അത് രണ്ടും കൂടി കൂട്ടിയാൽ മതി അല്ലേ. 5 + 4 9. ഇനി ചതുർഭുജം PQRSൻ്റെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻ വെച്ചിട്ട് എന്താക്കുക, നമ്മൾ ചെയ്യുക. അപ്പോൾ 45 ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. A അല്ലേ, -1² എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. -1² എന്ന് പറഞ്ഞാൽ എത്രയാ, -1 × -1 എന്താ, 2 നെഗറ്റീവ് ഇൻറ്റു ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും അല്ലേ. അപ്പോൾ +1 അല്ലേ, 1. ദെൻ y = x² + 5 ആണ്. അപ്പോൾ x = -1 ആയാൽ y-യുടെ വില കണ്ടുപിടിക്കുക. അപ്പോൾ എക്സിന് -1 അല്ലേ. അപ്പോൾ ഇവിടെ x-ന് -1² എടുക്കുക. അപ്പോൾ -1² എന്ന് പറഞ്ഞാൽ 1 + 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 6. അപ്പോൾ y-ൻ്റെ വില എത്രയാണ്, 6 ആണ് കേട്ടോ. y-ൻ്റെ വില 6. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഗണിതശാസ്ത്ര ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് ലഭിച്ച സ്കോറുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. സ്കോർ ഇത്ര തന്നുണ്ട് അല്ലേ. മത്സരത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണം എത്ര. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വെക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്താ കിട്ടുക, 25 അല്ലേ. ഓക്കെ. ദെൻ തന്നിരിക്കുന്ന പട്ടികയിൽ 1ാം സ്ഥാനം ലഭിച്ച കുട്ടിയുടെ സ്കോർ ഏത് വിഭാഗത്തിൽ പെടുന്നു, 20 to 25 അല്ലേ. ദെൻ സ്കോർ 10ൽ കൂടുതൽ കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര. 10ൽ കൂടുതൽ കിട്ടിയത് 10 11 10 to 15 5 to 20 20 to 25 അല്ലേ. അപ്പം ഇതിൽ കൂടുതൽ കിട്ടിയതല്ലേ. അപ്പോൾ എന്താണ്, 11 + 5 + 1 എത്രയാണ്, 17. 11 5 16 1 17 അല്ലേ, 17 ആണ് കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. ചിത്രത്തിൽ ABCD ഒരു ചതുരമാണ്. AB = 7 cm, AD = 4 cm, AP = CQ = 2 cm.
പി ബി ക്യു ഡി എന്നീ വരകൾ തമ്മിലുള്ള ലംബദൂരം എത്രയാണ്? അപ്പോൾ ലംബദൂരം എത്രയാണ്? പി ബിയും ക്യു ഡി ആണ് അല്ലേ. അപ്പോൾ ഇതിന്റെ ലംബദൂരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്ട്രെയിറ്റ് ലൈൻ അല്ലേ. അപ്പോൾ ഇതെന്താ 4 സെന്റിമീറ്റർ ഇവിടെ, അപ്പോൾ ഇതും 4 സെന്റിമീറ്റർ ആയിരിക്കും കേട്ടോ. ദെൻ പി ബിയുടെ നീളം എത്രയാണ്? പി ബിയുടെ നീളം എത്രയാണ്? ഈ എ ബി എന്ന് പറഞ്ഞാൽ 7 സെന്റിമീറ്റർ ആണ് അല്ലേ. എ പി എന്ന് പറയുന്നത് 2 സെന്റിമീറ്ററും. അപ്പം നമുക്ക് പി ബി കാണണമെങ്കിൽ രണ്ടും മൈനസ് ചെയ്താൽ പോരെ. അപ്പോൾ 7 2 കുറച്ച് എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലേ. സാമാന്ത്രികം പി ബി ക്യു ഡിയുടെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന്റെ പരപ്പളവ് എത്രയാണ്? ബേസിന്റെ ഹൈറ്റ് ആണ് അല്ലേ. അപ്പോൾ 20 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 12 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ഉത്തരം എഴുതുക. ഓരോ ചോദ്യത്തിനും 4 സ്കോർ വീതം. തന്നിരിക്കുന്ന അളവുകളിൽ ലംബകം പി ക്യു ആർ എസ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ അളവിൽ നിങ്ങൾ എന്താക്കുക? പി ക്യു ആർ എസ് വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ആദ്യം 7 സെന്റിമീറ്റർ വരയ്ക്കുക. എന്നിട്ട് 70 ഡിഗ്രിയിൽ നിങ്ങൾ പ്രൊട്രാക്ഷൻ എടുത്ത് ചെയ്യുക. എന്നിട്ട് നീട്ടി വരയ്ക്കുക. അതിൽ 4 സെന്റിമീറ്റർ ആർക്ക് കട്ട് ചെയ്യുക. പിന്നെ എന്താണ് ഇവിടെ 50 ഡിഗ്രി എടുക്കുക. എന്നിട്ട് നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്താക്കുക? ഇതും എന്താണ്? പാരലലാണ് അല്ലേ. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, വരച്ചാൽ മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ചിത്രത്തിൽ എ ബി സി ഡി ചതുർഭുജമാണ്. ആംഗിൾ ഡി = 80 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ. ആംഗിൾ A + B + C = എത്രയാണ്? അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയാൽ മൊത്തം ഉള്ളിലുള്ള കോണളവ് കൂട്ടിയാൽ 360 ആണല്ലേ. അപ്പോൾ 360 ഈ 80 കുറച്ചാൽ മറ്റേ 3 കൂടി കൂട്ടിയാൽ കിട്ടൂലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200 അല്ലേ. 280 എന്ന് കിട്ടും. അപ്പോൾ 360 80 കുറച്ചാൽ 280 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ്? ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്നീ കോണുകളുടെ അളവുകൾ തമ്മിലുള്ള അംശബന്ധം 1:1:2 ആയാൽ ആംഗിൾ എയും ആംഗിൾ ബി, ആംഗിൾ സി എന്നിവ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ആംഗിൾ A = 280 × 1/4 = 70. ഈ 4 ഇവിടുന്ന് കിട്ടിയ അംശബന്ധം അല്ലേ. 1:1:2 അല്ലേ. അപ്പോൾ 1 + 1 + 2 അപ്പോൾ 4 ആയില്ലേ. അപ്പം എൻ്റെത് 1, ബീൻ്റെ 1, സീൻ്റെ 2, 1:1:2 അല്ലേ. അപ്പോൾ നമുക്ക് 280 × 1/4 കൊടുക്കുക. അപ്പോൾ 70 കിട്ടും. പിന്നെ 280 × 1/4 കൊടുത്താൽ 70. 280 × 2/4 കൊടുത്താൽ 150. ഈ 2 ഇവിടുന്ന് കിട്ടിയ സീൻ്റെ അംശബന്ധം എന്താണ്? 2 ആണല്ലേ. 1:1:2 അല്ലേ. അപ്പം 140 കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ഈ മെത്തേഡിലും ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ 40 ഏകദിന മത്സരങ്ങളിൽ നേടിയ റൺസ് ചുവടെയുള്ള പട്ടികയിൽ തന്നിരിക്കുന്നു. അപ്പോൾ ആവർത്തി ചതുരം ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താക്കുക? ഒരു ഹിസ്റ്റോഗ്രാം വരയ്ക്കുക. ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. അടുത്ത എന്താണ്? പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് -6y -3. അപ്പോൾ x+y എന്താണ്? x+y = നമുക്ക് എന്ത് കിട്ടും? ഈച്ചിയും കിട്ടും കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ x-y എന്താ നമുക്ക് കിട്ടുക ആൻസർ? ദെൻ -3 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ്? ഈ x+y എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. x+y എന്താണ്? -9 കിട്ടും. ഇനി x/y എന്ന് പറയുന്നത് 2 കിട്ടും കേട്ടോ. ഓക്കെ, അതാണ് 2. ദെൻ ഒരു സമഭുജ സമാന്തരികത്തിന്റെ പരപ്പളവ് 12 ചതുരശ്ര സെന്റിമീറ്ററും അതിന്റെ ഒരു വികരണത്തിന്റെ നീളം 6 സെന്റിമീറ്ററുമാണ്. സമഭുജ സമാന്തരികത്തിന്റെ രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? നമുക്ക് ആൻസർ ഇങ്ങനെ ചെയ്താൽ എന്തെങ്കിലും 4 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ദെൻ അടുത്ത എന്താ? ഈ അളവുകൾ ഉപയോഗിച്ച് സമഭുജ സാമാന്തരികം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഇനി 17 ചിത്രത്തിൽ ABCD സമപാർശ്വ ലംബകമാണ്. AB = 13 സെന്റിമീറ്റർ, CD = 7 സെന്റിമീറ്റർ, AD = 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ AE എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ AE എത്രയാണ്? A = 13 - A/2 = 3 സെന്റിമീറ്റർ അല്ലേ. then അടുത്ത എന്താ DE എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ DE എന്താണ് നമുക്ക് കാണാം. പൈത്തഗോറസ് തിയറം വെച്ചിട്ട് 4 സെന്റിമീറ്റർ എന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സമപാർശ്വ ലംബകം ABCDയുടെ പരപ്പളവ് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത എന്ത് 40 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ പിന്നെന്താ അടുത്ത് പറയുന്നത്, തന്നിരിക്കുന്ന പാറ്റേണിലുള്ള ഗണിതാശയം മനസ്സിലാക്കി തുടർന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയത് 3, 4, 5, 6, പിന്നെ അത് 1, 2, 3, 4, പിന്നെ അത് ഇതിൻ്റെ സ്ക്വയറാണ് അല്ലേ. പിന്നെ 4 എല്ലാത്തിനും വരുന്നത്. പിന്നെ 2, 3, 4, 5 അല്ലേ. അപ്പോൾ പാറ്റേണിൽ അടുത്ത വരി എഴുതാനാണ്. അപ്പോൾ ഇത് നോക്കിയേ, അടുത്ത വരി എന്തായിരിക്കും? 3, 4, 5, 6, 7 ആയിരിക്കും. A² മൈനസ് പിന്നെ ഇതെന്തായിരിക്കും? 3, 4, 5 5 സ്ക്വയർ അല്ലേ. അപ്പോൾ A² - 5² = എന്താണ്? A² അല്ല. അപ്പോൾ 49 - 25 = 4 ഇൻറ്റു പിന്നെ 2, 3, 4, 5, 6 ആയിരിക്കും അല്ലേ. 4 × 6 വരും. ഓക്കെ, ഇനി 9² - 7² = -8 എന്നാ.
അപ്പോൾ ഡാഷ് ഇൻറ്റു 8 അല്ലേ, അപ്പോൾ ഇവിടെയൊക്കെ 4 വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ 4 ഇൻറ്റു 8 കൊടുക്കുക കേട്ടോ. 4 ഇവിടെ ആൻസർ വരിക. ഇനി അടുത്ത് നമുക്ക് 15 സ്ക്വയർ മൈനസ് ഡാഷ് ഇസിക്കൽ 4 ഇൻറ്റു 14 ഒന്നല്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് നോക്കിയാൽ 3-ന്ന് 2 പോയാലാണ് 1, 4-ന്ന് 2 പോയ 2, 5-ന്ന് 2 പോയ 3, 6-ന്ന് 2 പോയ 4 അല്ലേ. അപ്പോൾ ഒക്കെ 2 കുറയ്ക്കുകയാണല്ലേ ഫസ്റ്റത്തെ നമ്പറിൽ നിന്ന്. അപ്പോൾ 15-ന്ന് 2 പോയ എത്രയാണ് 13 സ്ക്വയർ എന്നുള്ള കിട്ടും കേട്ടോ. ദെൻ x+1 ഹോൾ സ്ക്വയർ മൈനസ് x-1 ഹോൾ സ്ക്വയർ ഇസ്ക്വൽ ടു ഡാഷ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഈ നമ്പേഴ്സൊക്കെ നോക്കിയാൽ 3 സ്ക്വയറും 1 സ്ക്വയറും ആണ് അല്ലേ. അപ്പോൾ ഈ 3 1 എന്താണ്, അതിൻ്റെ ഇടയിൽ 1 ഉണ്ട് അല്ലേ, എത്ര 2. പിന്നെ എന്താണ് ഇത് 4ഉം 2, അതിൻ്റെ ഇടയിൽ ഒരു 3 ഉണ്ട് അല്ലേ. അപ്പോൾ 2 നമ്പർ വിട്ടുള്ള നമ്പർ അതല്ലേ. അങ്ങനെയാണെങ്കിൽ എന്താണ് 5 സ്ക്വയർ അല്ലത്, ഇത് 3. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്താണ് 4 ഉണ്ട്. ഇപ്പോൾ അതിൽ അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പർ, ആ നടുക്കുള്ള അപ്പുറത്തും ഇപ്പുറത്തുള്ള നമ്പറാണ് ഇവിടെ ഇരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇത് x+1 x-1 അല്ല, അതിൻ്റെ നടുക്കുള്ള നമ്പർ ഏതായിരിക്കും x അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 4 ഇൻറ്റു എക്സ് എന്ന് എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 4 ഇൻറ്റു എക്സ്. അപ്പോൾ ഇത്രയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നന്നായി പഠിച്ചിട്ട് നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു. നിങ്ങളതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.